നമ്മളെ ഗയാം തിയേറ്റർ ഉദ്ഘാടനം ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ തിയേറ്ററിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ തിയേറ്ററിനെ കുറിച്ച് കൂടുതൽ അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും. കാരണം 1983 ഇത് AC കൂടി പ്രവർത്തനം ആരംഭിച്ച ആ സമയം മുതൽ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് സിനിമ കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടുന്ന് സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ആളുകൾക്കൊക്കെ ഇവിടുത്തെ ഒരുപാട് ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ തിരൂരിൽ 5 തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. വിശ്വാസ്, ചിത്രസാഗർ, സെൻട്രൽ, അതുപോലെ അനുഗ്രഹ, ഇങ്ങനെ 5ഓളം തിയേറ്റർ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ തിയേറ്ററുകളൊക്കെ ഇപ്പോൾ പലതും പൊളിച്ചു പോയി. എന്നാലും ഈ ഒരു സമയത്തൊക്കെ ഇവിടെ മാത്രമല്ല കേട്ടോ, മറ്റ് പലയിടത്തും അവർക്കൊക്കെ വരി നിന്നതും, അതുപോലെ ടിക്കറ്റിന് വേണ്ടി വരി നിന്നതും, അതുപോലെ തിയേറ്ററിൻ്റെ ടിക്കറ്റ് എടുത്തതിന് ശേഷം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള തള്ള്, സീറ്റിന് വേണ്ടിയുള്ള അടിപിടി, അങ്ങനെയൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് ഓർമ്മകൾ, ഇതിലൊക്കെ ഞാനും ഉൾപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു തിയേറ്ററാണ് ഈ ഒരു ഗയാം തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗയാം തിയേറ്റർ സത്യം പറഞ്ഞാൽ കാലത്തിന് അനുസരിച്ച് മാറ്റങ്ങളൊന്നുമില്ലാതെ ആ പഴയ രീതിയിൽ തന്നെ അങ്ങനെ ഫാനിൻ്റെ കാറ്റും കൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരു തിയേറ്ററായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ തിയേറ്റർ പൂട്ടി. ഈ തിയേറ്റർ പൂട്ടിയപ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് ഓഡിറ്റോറിയങ്ങളൊക്കെ വരുന്ന ഈ ഒരു സമയത്ത് ഇതും ഓഡിറ്റോറിയം ആക്കി മാറ്റുമോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ ഇത് മാജിക് ഫ്രെയിമിൻ്റെ കീഴിലുള്ള, അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കീഴിലുള്ള ഒരു ടീം അത് ഏറ്റെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്റർ, രാധ തിയേറ്റർ, ഇതൊക്കെ അവരുടെ കീഴിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ റെനോവേഷൻ ചെയ്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് സിനിമകൾ ഓടിത്തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, നല്ല തിയേറ്ററാക്കി മാറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ തിയേറ്ററും അവരേറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. മറ്റൊരു സങ്കടം കൂടി ഉണ്ടായിരുന്നു, ഇവരത് വെട്ടിമുറിച്ച് 2 സ്ക്രീനാക്കുമോ 3 സ്ക്രീനാക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വൻ സെറ്റപ്പോട് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഈ ഒരു തിയേറ്റർ വന്നിട്ടുള്ളത്. അതിന് നമുക്ക് ലിസ്റ്റിൻ സ്റ്റീഫനോട് ഒരുപാട് നന്ദി പറയേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട്. കാരണം അത്രയും സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു തിയേറ്റർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. കാരണം ഉദ്ഘാടന വേളയിൽ ഇതിൻ്റെ ഒരു എന്താ പറയല്, നമ്മളെ കർട്ടൻ റൈസർ പണ്ട് ഈ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നീട് എപ്പോഴും അതൊക്കെ നിർത്തിവെച്ചു. പിന്നെ അതുപോലെ തന്നെ ഈ കർട്ടൻ റൈസർ കഴിഞ്ഞതിന് ശേഷം സൗണ്ടിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി അവർ ഇട്ട് തന്നു. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്കത് കാണിച്ചു തന്നു. ഭയങ്കര ഒരു എഫക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ പോലെയൊക്കെയുള്ള, അല്ലെങ്കിൽ കോഴിക്കോട് അപ്സര തിയേറ്റർ പോലെയൊക്കെയുള്ള ഒരു തിയേറ്ററായി മാറി എന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. ഗയാം തിയേറ്റർ മാജിക് ഫ്രെയിം ഗയാം തിയേറ്റർ ആയതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ഫാനിൽ നിന്നും AC മാറി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്രീന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട്, കേരളത്തിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള സ്ക്രീൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഹാർട്ട്നെസ് കമ്പനിയുടെ സ്ക്രീനാണ്. അതുപോലെ തന്നെ പ്രൊജക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റിയുടെ പ്രൊജക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു സാധനം തന്നെയാണ്. അതുപോലെ സൗണ്ട് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ വരുന്നത് 3D ഉണ്ട്. 3D ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്കും അതുപോലെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇന്ന് വരുന്ന ഒട്ടുമിക്ക ഇംഗ്ലീഷ് സിനിമകളും, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഒട്ടുമിക്ക സിനിമകളും ഇനി വരാൻ പോകുന്നത് 3D കൂടിയുള്ള സിനിമകളായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ ആയി മാറിയിരിക്കുകയാണ് മാജിക് ഫ്രെയിം ഗയാം തിയേറ്റർ എന്ന് പറയുന്നത്.